അടുത്തതായി നമുക്ക് വേണ്ടി പാടാനായി എത്തുന്നത് നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരിയായ സുറുമി. സ്വാഗതം ചെയ്യാം സുറുമിയെ ഈ വേദിയിലേക്ക്. ഹായ് സുറുമി. ഹായ്. ഏത് സോങ് ആണ് ഇന്ന് പാടുന്നത് ഇവിടെ? ഞാൻ ഉണ്ടോ സഖി എന്ന പഴയൊരു ഗാനം പാടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പെർഫോമൻസ്? അടുത്ത സോണിലേക്ക് പോകാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയുന്നൊന്നുമില്ല, ഒക്കെ ജഡ്ജസ് അല്ലേ തീരുമാനിക്കുന്നത്. അതെ, അവര് മാർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കും. സുറുമി, ഈ പാട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമോ? കൂടുതലായിട്ട് പഴയൊരു ഗാനം, നല്ലൊരു ഗാനമാണ്, ഒത്തിരി എല്ലാവരുടെ മനസ്സിലിരിക്കുന്ന ഒരു പാട്ടാണ്. അല്ല, സിംഗർ, മ്യൂസിക് ഡയറക്ടർ പാടിയിരിക്കുന്ന ഹമീദ് ഷർവാണി സിംഗറാണ്. പിന്നെ രചന, സംഗീതം അറിയോ? ഓക്കെ, എന്തായാലും സാരമില്ല, അടുത്ത പ്രാവശ്യം ആവുമ്പോഴേക്കും ശരിയാക്കിയാൽ മതി. ഇപ്പൊ എന്തായാലും നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി. ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമർ ഖലീഫ താമസമിവിടെ. ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ.
പല എപ്പിസോഡുകളിലും പല പാട്ടുകാരോട് സൂചിപ്പിച്ചൊരു കാര്യം, നമ്മളൊരു ശ്രുതി ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പാടാൻ പറ്റുന്ന കൃത്യമായൊരു സാധനമായിരിക്കണം. ഞാൻ പറഞ്ഞു, സുറുമിയോട് തന്നെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇതിന്റെ അനുപല്ലവി വരുമ്പോൾ പെട്ടെന്നൊരു ജമ്പിങ് ആയിട്ട് വളരെ മേലെ അതിന്റെ താരസ്ഥായിലേക്ക് പോകുമ്പോൾ സുറുമി വല്ലാതെ പ്രയാസപ്പെടുന്നു. സുഖല്ല ശബ്ദം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പാടാൻ സുഖകരമായി പാടാൻ പറ്റുന്ന ഒരു ശ്രുതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യണത്. പക്ഷെ എങ്കിലേ അതിനകത്തുള്ള കൃത്യമായി നമുക്കത് പ്രകടിപ്പിക്കാതെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പാട്ടൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായി പാടാൻ പറ്റുന്ന, നമുക്ക് കൃത്യമായ ആശയ വ്യക്തതയുള്ള, നമുക്ക് ആ ആശയം നമ്മൾ മനസ്സിലാക്കി അത് പുറത്തെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ രചനകളെ സംബന്ധിച്ചിടത്തോളം ഇത് സുറുമിയോട് പറയേണ്ട കാര്യമല്ല, രചനയിൽ ചില വൈകല്യങ്ങളിലുണ്ട് ഈ ഗാനത്തിന്. ഇതുപോലുള്ള മത്സരങ്ങളിൽ പാടാൻ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ലക്ഷണമൊത്ത മാപ്പിളപ്പാട്ടുകൾ ആണ് പാടേണ്ടത്. ഇത് പിന്നെ ഇവിടെ രചനയുടെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാൽ ഈ പാട്ട് വളരെ പ്രചാരത്തിലുള്ളൊരു പാട്ടാണ്. അപ്പൊ ഞാൻ ഇത് എഴുതിയ റഹീം മൗലവി ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഗൾഫിൽ അദ്ദേഹം ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പയ്യൻ അങ്ങനെ ഇതിങ്ങനെ പാടുകയാണ്. അപ്പോ ഈ രചയിതാവ് ചോദിച്ചു, ഇതാരും എഴുതിയാൽ നിനക്കറിയുമെന്ന്. എഴുതാറെന്നറിയില്ല, എനിക്ക് പണ്ടേ അറിയുന്ന ഒരു പാട്ടാണെന്ന്. അപ്പൊ ആ രചയിതാവിനുള്ള ഒരു സന്തോഷം അവിടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. വളരെ കുറച്ച് പാട്ടുകളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, റഹീം മൗലവി കുറ്റിയാടി. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, ഈ പാട്ടെഴുത്തിന്റെ ഫീൽഡിലുള്ള ആളല്ല. സുറുമി, എന്തിനെത്ര വറിഡായിട്ട് നിൽക്കുന്ന? എല്ലാവരും പാട്ടിന്റെ സെലക്ഷനെ പറ്റിയിട്ടേ പറഞ്ഞുള്ളൂ. വളരെ നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല മെലോഡിയസ് വോയിസ് ആണ്, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ലൊരു സോങ് സെലക്ഷൻ ആയിട്ട് വരണം. ഇങ്ങനെ പറയിക്കരുത്, സോങ് സെലക്ഷൻ അത്ര നന്നായില്ല എന്ന് പറയിക്കരുത് കേട്ടോ. ഇല്ല തീർച്ചയായും. ഓക്കെ, ഇനിയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.